5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇന്നലെ പിണറായി വിജയൻ്റെ ഒരു ക്യാപ്സൂൾ വന്നായിരുന്നു, പിണറായി ക്യാപ്സൂൾ. ഇപ്പോൾ അത് വളരെ ഇന്നലെ രാത്രി മിക്കവാറും ആ സഹാക്കളെല്ലാം വാങ്ങി കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടി കിടന്ന് ഉറങ്ങിയ ഒരു ക്യാപ്സൂളാണ് പിണറായി ക്യാപ്സൂൾ. അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ മണ്ഡലം പരമ്പരാഗതമായി UDF ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളത്. ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ പിണറായി ക്യാപ്സൂൾ അങ്ങനെ കഴിച്ച സഹാക്കളോടും കേരളത്തിലെ ജനങ്ങളോടും പറയാനുള്ളത്, അങ്ങനെ അങ്ങ് മറന്നു പോകരുത് നിലമ്പൂരിനെ കുറിച്ച്. നമ്മൾ ഇലക്ഷൻ വിശകലനം നടത്തുമ്പോൾ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോടൊന്നും എതിർപ്പില്ല. പക്ഷേ നമുക്ക് സത്യമായി കിടക്കുമ്പോൾ, ചരിത്രത്തിൽ ചില കാര്യങ്ങൾ കിടക്കുമ്പോൾ അതിനെ എടുത്ത് മാറ്റി തിരിച്ച് നമ്മൾ ആർക്കൈവിൽ കിടക്കുന്ന കാര്യങ്ങളെടുത്ത് മാറ്റി ചിന്തിച്ച് പോകുന്നത് ശരിയല്ല. എങ്ങനെയാണ് നിലമ്പൂർ മണ്ഡലം UDF ആയത്? നിലമ്പൂർ UDF മണ്ഡലം ഒന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2014 5500 വോട്ടിന് മാത്രം ജയിച്ചിട്ടുള്ള ആര്യാടൻ മുഹമ്മദ്, അവിടെ ആര്യാടൻ മുഹമ്മദിന് 2500 വോട്ടിന് മാറ്റിക്കഴിഞ്ഞാൽ 5500-ന് 2250 വോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് തീരുന്ന കഥയുള്ളായിരുന്നു 2011. അത് കഴിഞ്ഞ് 16-ൽ അൻവർ അവിടെ വലിയ വോട്ട് ജയിച്ചു, 21-ൽ അൻവർ ജയിച്ചു 2 പ്രാവശ്യം. ഇനിയാണ് കഥ, ട്വിസ്റ്റ്. ആരും അറിയാത്ത ചില ട്വിസ്റ്റുകളുണ്ട് നിലമ്പൂർ മണ്ഡലത്തെക്കുറിച്ച്. എന്താണ് നിലമ്പൂർ മണ്ഡലത്തിലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ചാലിയാർ പഞ്ചായത്ത് ഉണ്ടായിരുന്നു. അവിടെ നിലമ്പൂർ പഞ്ചായത്തിൻ്റെ നഗരസഭയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ചാലിയാർ പഞ്ചായത്ത്. ഏകദേശം 2500 വോട്ട് മുതൽ 3000 വോട്ട് വരെ UDFന് കിട്ടുമായിരുന്നതാണ് ചാലിയാർ പഞ്ചായത്ത്. എല്ലാ കാലവും UDFന് മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്താണ് ചാലിയാർ. അതിനെ വെട്ടി ഏറനാടിന് കൊടുത്തു, അടുത്ത മണ്ഡലത്തിലേക്ക് മാറ്റി. അപ്പോൾ ഒരു ചിറക് അരിഞ്ഞു, UDFൻ്റെ ഒരു ചിറക് അരിഞ്ഞു. രണ്ടാമത്തെ 2 കാലുകൾ കൂടി, 4 കാലുള്ളതിൽ 3 കാലും വെട്ടി. രണ്ടാമത്തെ കാല് വെട്ടിയത് എവിടെയാണെന്ന് വെച്ചാൽ ചേക്കോട് 4000-ലധികം വോട്ട്, 5000 വോട്ട് വരെ പിടിക്കുന്ന ചേക്കോട് പഞ്ചായത്തിനെ വെട്ടി. അതുപോലെ കാളികാവ് 3000 മുതൽ 4000 വോട്ട് വരെ പിടിച്ചുകൊണ്ടിരുന്ന കാളികാവും വെട്ടി. കാളികാവിനെ വെട്ടി വണ്ടൂരിന് കൊടുത്തു. അപ്പോൾ 3 പഞ്ചായത്തുകൾ, അവർക്ക് UDFന് വലിയ മുൻതൂക്കമുണ്ടായിരുന്ന ചാലിയാർ പഞ്ചായത്തിനെ വെട്ടി ഏറനാട്ടിലേക്കും ചേക്കോട് പഞ്ചായത്തിനെയും കാളികാവിനെയും വെട്ടി വണ്ടൂരിലേക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ സേഫ് മണ്ഡലമായി മാറി, സുരക്ഷിത മണ്ഡലമായി മാറി LDFൻ്റെ നിലമ്പൂർ മണ്ഡലം. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഭരിക്കുന്ന പാർട്ടി അവരുടെ സൗകര്യാർത്ഥം പഞ്ചായത്തുകളെ വെട്ടിമുറിക്കും, വാർഡുകളെ വെട്ടിമുറിക്കും, അസംബ്ലികളെയൊക്കെ വെട്ടിമുറിക്കും. അത് അവർക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ വെച്ച് ചെയ്യും. പലരും നമ്മൾ ന്യായം പറയുമ്പോൾ ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യുന്നത്, അത് ഞങ്ങൾക്കൊന്നും പങ്കില്ല എന്നൊക്കെ പറയും. പക്ഷേ കൃത്യമായ ഉദ്യോഗസ്ഥ സംവിധാനത്തെ വിന്യസിച്ചുകൊണ്ട് ഭരണകക്ഷി ആരായാലും അവർക്ക് അനുകൂലമായി മണ്ഡലത്തെ പുനർനിർണ്ണയിക്കും. അങ്ങനെ മണ്ഡലത്തെ പുനർനിർണ്ണയിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു LDF പഞ്ചായത്തായി മാറി എന്നുള്ള കാര്യം മറ്റാരെക്കാളും ഇന്ന് അറിയാമെന്നുള്ളത് പിണറായി വിജയനും സംഘത്തിനുമാണ്, അവരുടെ കൂട്ടാളികൾക്കുമാണ്. എന്നിട്ടിരുന്ന് പറയുകയാണ് ക്യാപ്സൂൾ ഇറക്കി. പക്ഷേ എന്തിനാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി ഈ ക്യാപ്സൂളുകൾ അങ്ങനെ ഏൽക്കുന്നില്ല. കഴിച്ചാൽ ചിലർക്ക് വയറിളക്കം വരും, ചിലർക്ക് പ്രശ്നങ്ങൾ വരും. ക്യാപ്സൂൾ അങ്ങനെ ഏൽക്കുന്നില്ല. പലർക്കും അലർജി വരുന്നു, ചിലർക്ക് ചൊറിച്ചിൽ വരുന്നു. അതുകൊണ്ട് ഈ ക്യാപ്സൂൾ എല്ലാവരും കഴിച്ചിട്ടില്ല. എന്തായാലും ഒരുപാട് പേർ ഈ ക്യാപ്സൂൾ കഴിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വിശ്വസിച്ചിട്ടുമില്ല. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അൻവർ ആയിരുന്നു UDF സ്ഥാനാർത്ഥിയെങ്കിൽ പിണറായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അൻവർ 10,000-ലധികം വോട്ട് പിടിച്ച് 15,000 വോട്ടിലേക്ക് നീങ്ങുകയാണ്. ആ വോട്ട് കൂടി UDFനുള്ള വോട്ടാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരുന്ന സ്ഥിതി? അൻവർ ആയിരുന്നു അവിടെ കാൻഡിഡേറ്റ് എങ്കിൽ, അല്ലെങ്കിൽ അൻവർ അവിടെ മത്സരിക്കാതെ ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ പിന്താങ്ങിയിരുന്നെങ്കിൽ എന്തായിരുന്ന സ്ഥിതി? വല്ലാതെ പരിതാപകരമായിരുന്നു. ഒരുപക്ഷെ പിണറായി ഗവൺമെൻറ്റിന് രാജിവെച്ച് നേരത്തെ തെരഞ്ഞെടുപ്പിന് പോയി കളയാമെന്ന് പോലും തീരുമാനിക്കേണ്ട നിലയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. എന്താണ് സംഭവിക്കുന്നത്? വാട്ടർലൂ ആയി മാറിക്കഴിഞ്ഞു. പിണറായിസത്തിനെതിരെയുള്ള തിരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് പിണറായി തന്നെ സമ്മതിക്കുന്നതിൻ്റെ ലക്ഷണമായിരുന്നു. ഇന്നലെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് രാത്രി തന്നെ ഇന്നലെ തന്നെ നന്നായി ഫോം ആവാതെ, അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് നന്നായി അതിൻ്റെ ഒരു കവറൊന്നും നന്നായി അടിച്ച് പേരൻ ഡിസൈനൊന്നും അടിക്കുന്നതിന് മുമ്പേ തന്നെ ആ ക്യാപ്സൂൾ താഴേക്ക് വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ക്യാപ്സൂൾ കേരളത്തിൽ ആരും തിന്നിട്ടില്ല. അത് വിഴുങ്ങിയവർ പലരും ഈ ഉറക്കമൊന്നും എണീറ്റിട്ടില്ല, ബാത്റൂമിലൊക്കെയാണ്. ഒരു കാരണവശാൽ ആ ക്യാപ്സൂൾ കേരളത്തിൽ വിറ്റുപോകില്ല. LDF മണ്ഡലമാക്കി മാറ്റിയതിന് ശേഷം LDFന് നഷ്ടമാകുന്ന ഈ മണ്ഡലം കേരളത്തിൻ്റെ LDFൻ്റെ വാട്ടർലൂ ആകാതിരുന്നാൽ കൊള്ളാം. പുതിയ ക്യാപ്സൂളുകളുടെ പണി നടക്കട്ടെ. നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ കാത്തിരിക്കാം.